മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഒരു ഉളുപ്പില്ലേ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക്? സി പി എമ്മിന്റെ പ്രവർത്തകരൊക്കെ മിക്കവാറും സി പി എം ഒക്കെ വിട്ടുപോവാൻ ഒരുപാട് സാധ്യതകളാ കാണുന്നത്. 8 നിലയിൽ പാർട്ടി പൊട്ടിയിട്ടും ലീഗിന് വേണ്ടിയിട്ട് വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഈ സജി ചെറിയാനൊക്കെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടും എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പടർന്ന് പന്തലിക്കും, ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നും ആ ലീഗിനെ കടന്നാക്രമിച്ച് പൊതുസമൂഹത്തില് മതേതരത്വവും മത ഐക്യമൊക്കെ നിലനിർത്താൻ BJP ആണ് ഇവിടെ നിലപാടെടുക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും BJP ലീഡേഴ്സ് തെളിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാടിന്റെ സമാധാനത്തിന് ലീഗിനെ എതിർത്തേ പറ്റൂ. എത്ര സുന്ദരമായിട്ടാണ് ലീഗിനെതിരെ കേരള പൊതുസമൂഹത്തിന് വേണ്ടി BJP ലീഡർ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേരളം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ചില ഇസ്ലാമിക രാജ്യങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് UDF ജയിച്ചപ്പോൾ കേരളത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനങ്ങൾ. ഓരോ ആഹ്ലാദ പ്രകടനത്തിലും മാരകായുധങ്ങൾ, കത്തി, വാള്, ഇത്തരത്തിലുള്ള മാരകായുധങ്ങളുമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു, ആടിനെ ുന്നു. അത് കഴിഞ്ഞാൽ BJPയുടെ നേതാവ് ശ്രീ K സുരേന്ദ്രന്റെ ഫ്ലക്സ് ബോർഡുകൾ ആധുനിക സംവിധാനം ഉപയോഗിച്ച് ബോംബുകൾ വെച്ച് കത്തിക്കുന്നു. ഇതെന്താ, താലിബാനാണോ? മുസ്ലിം ലീഗും കോൺഗ്രസും ഉത്തരം പറയേണ്ടതാണ്. ഇത് താലിബാനാണോ? താലിബാനിൽ ഞങ്ങൾ മനുഷ്യന്റെ ഗളം ഛേദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കണ്ടിട്ടുണ്ട്. താലിബാനിൽ മനുഷ്യ ബോംബുകൾ ഇട്ട് നശിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കണ്ടിട്ടുണ്ട്. അതിന്റെ റിഹേഴ്സലാണോ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അധികാരം കിട്ടിയപ്പോൾ കേരളത്തിൽ അനുവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതാണ് കേരളത്തിൽ കണ്ടത്. മതമാണ് 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 വിഷയം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മുസ്ലിം ലീഗും അവലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ എന്ന് പറഞ്ഞ് ഇവിടെ മതവർഗീയ ഭീഷണി ഉയർത്തിയ SDPഐയും ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ അടിമകളായിട്ട് അധികാരം കിട്ടിയവരുടെ ആ അധികാരം ആഘോഷിക്കുന്നത് അതിഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇത് കേരളത്തിലെ സാമാന്യ ജനതയെ, വികസിത കേരളം ആഗ്രഹിക്കുന്ന ജനതയെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയെ, ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു സർക്കാർ ആയിരിക്കണം കേരളത്തിൽ വരണം എന്നാഗ്രഹിച്ച ജനതയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഉത്കണ്ഠാകുലമായിട്ടുള്ള ഒരു സാഹചര്യം. നിങ്ങൾ കേട്ടില്ലേ എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ, ലീഗിന്റെ തോന്നിവാസത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത്. ഇതെത്ര വലിയ യാഥാർത്ഥ്യമാണ്. കേരളം എന്താണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ലീഗ് അതിൻ്റെതായ തോന്നിവാസം ചെയ്ത് മുന്നോട്ട് പോകല്ലേ. ലീഗ് ഈ ഒരു ആടിന്റെ തല പോലും തൂക്കിയിട്ട് നടന്നതൊക്കെ, അതൊക്കെ ഏത് കോലത്തിൽ അത് BJPക്കെതിരെയൊന്നല്ല CPMനെതിരെയാ നടത്തിയിട്ടുള്ളത്. പക്ഷെ അത് നമ്മുടെ പൊതുസമൂഹത്തിന് അപകട. അത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് BJP നേതാവ് രംഗത്ത് വരിക. മാത്രല്ല, ആഹ്ലാദ പ്രകടനങ്ങളിലൊക്കെ തന്നെ ഹൈന്ദവ നേതാക്കന്മാർക്കെതിരെ, ഒരു മതപാർട്ടി മറ്റൊരു മതത്തിന്റെ നേതാക്കന്മാർക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുകയും കോലം കത്തിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നതിന് സമാണ്. ലീഗ് നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്തുമ്പോ ഇത് കൃത്യമായിട്ട് BJP ആണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ എടുത്തു പറയാം, ഇവിടെയുള്ള ബോധമുള്ള ഒരു മുസൽമാനും ഈ പറയുന്ന ലീഗിനെ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കാണുമ്പോ അതൊന്നും അംഗീകരിക്കാൻ സാധിക്കൂല. യാഥാർത്ഥ്യ ഒരു മുസൽമാൻ എന്ന നിലക്ക് തന്നെയാ കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. ലീഗ് ഇവിടെ പൊതുസമൂഹത്തിന് ആപത്ത് വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു മതപാർട്ടിയാണ്, അതൊരു വർഗീയ പാർട്ടിയാണ്. അതിന് എന്ത് വെള്ള പെയിന്റ് അടിച്ചാലും, അതേത് രീതിയിൽ പെയിന്റ് അടിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല. അതൊരു വർഗീയ പാർട്ടിയാ. ഇത് പറയുന്നവർക്ക് പൊതുസമൂഹം ഇനി ഇവിടെ ഒരു സ്വീകാര്യതയുള്ളൂ. ലീഗ് മതേതരത്വമാണ് ഇതൊക്കെ പറയുന്നത്. എത്ര മൊണ്ണത്തര! ഇത് കേരളത്തിലെ മതഭേദമന്യ ആളുകൾ ഉൾക്കൊള്ളുക. ഇതിവിടെ കൃത്യമായിട്ട് BJP ഉയർത്തുന്നു. അതേസമയത്ത് CPM എന്ത് ഉണ്ടയാ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടു. ഇന്നലെ BJP നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു അപകടം ക്ഷണിച്ചു വരുത്താൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ്.
അതിന് ഒരു വിധത്തിലും അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ 63 സീറ്റ് UDF കേരളത്തിൽ കോൺഗ്രസിനുണ്ട്. ആ 63 സീറ്റുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരാണ്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡർ ആരാണ് തീരുമാനിക്കുന്നത്? ആ പാർട്ടിയാണ്. ആ പാർട്ടി അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം ചർച്ച ചെയ്ത്, ചിലപ്പോൾ കുറച്ച് സമയം എടുത്ത് കാണും, അത് അവരുടെ കാര്യം, ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തു. മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ നിശ്ചയിച്ചു. പക്ഷെ ആ തീരുമാനം നടപ്പാക്കിയതും, അങ്ങനെ ഒരു തീരുമാനം എടുത്തതും ആ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ ലീഗിന്റെ സമ്മർദ്ദം മൂലമാണെന്നുള്ള ഒരാശയം ഒരു കാരണവശാലും നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഭൂഷണമല്ല. ലീഗിന്റേതായ ഇൻട്രസ്റ്റ് കാണും. ഞാൻ അത്തരം കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ പരാമർശിച്ച ആളാണ്. ലീഗ് ഏതെങ്കിലും തരത്തിലൊരു മതവർഗീയത പടർത്താൻ ശ്രമിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലും ഒരു ഇടപെടൽ അവർ നടത്താൻ പാടില്ല എന്ന് നിലപാടെടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടി അത് തന്നെ. അതുകൊണ്ട് അവരൊരു സെക്കുലർ പാർട്ടിയാണ്. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ സെക്കുലറായിട്ട് തന്നെ നിൽക്കും, മതേതരമായിട്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ നിൽക്കും. അതിനുവേണ്ടി അവർ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചു. ഞങ്ങളുടെ നാമധാരികളെ ആളുകളെ അല്ലാത്തവരെ കൂടി ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്, ജയിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ. ആയിക്കോട്ടെ, അവരൊരു മതേതര പാർട്ടിയാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം വിശ്വാസം എടുക്കുക, നമ്മൾ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പക്ഷെ ലീഗ് തീരുമാനിക്കുന്നതാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് എന്ന വാദം വന്നാൽ കേരളത്തിൽ ഒരു വർഗീയ വിഭജനം നടത്താൻ മുൻകൂട്ടി ഒരു അജണ്ട BJP തയ്യാറാക്കി എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ കേട്ടില്ലേ? BJP ഇതിലൊക്കെ ഈ പറയുന്ന CPM-നൊന്നും ഇതുവരെ കിട്ടിയത് കൊണ്ടൊന്നും പഠിച്ചിട്ടില്ലേ? CPM 8 നിലയിൽ പൊട്ടിയത് തന്നെ എന്തുകൊണ്ടാ? സകലയിടത്തും ഞങ്ങൾ BJPക്കെതിരെ എന്നും പറഞ്ഞ് UDF കൊണ്ടുപോയിട്ട് അങ്ങ് വോട്ടും ചെയ്തു കൊടുത്തു. പൊട്ടിയ 8 നിലയിൽ പൊട്ടുകയും ചെയ്ത് ഈ പറയുന്നത് പോലെ ലീഗ് എവിടെയെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ CPM അണികൾ ചർച്ച ചെയ്യുന്നത് ഞാനൊന്ന് എടുത്തു പറഞ്ഞ് മുന്നോട്ട് വെച്ച് തന്നെ ഉള്ളൂ. ഈ പറയുന്ന ലീഗ് മതപാർട്ടിയാണ് എന്നാണ് ഞാൻ അറിയുന്ന CPM പ്രവർത്തകരൊക്കെ തന്നെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാറും അവരൊക്കെ തന്നെ അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന് നിലപാടെടുക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ഇനി ഇത്തരം CPM നേതാക്കന്മാരെ വിശ്വസിച്ച് CPM പ്രവർത്തകർക്കൊന്നും മുന്നോട്ട് പോവാൻ സാധിക്കൂല. ആത്മാഭിമാനമുള്ള CPM പ്രവർത്തകരൊക്കെ രാജിവെച്ച് അവർക്ക് അവരുടെ പണിയെടുത്തു പോകും. ഈ പറയുന്ന നേതാക്കന്മാര് ലീഗിനെ ഇനിയും വെളുപ്പിക്കാൻ നടന്നാൽ പിന്നെന്ത് വർഗീയതക്കെതിരാണ് CPM എന്നാണ് ഇവിടെ CPM പ്രവർത്തകർ ചോദിക്കുക. ഇനിയും പോയിട്ട് ഈ ലീഗിനെ വെളുപ്പിക്കുന്നുണ്ടില്ലേ? ഇതെന്തോ BJP ഇവിടെ എല്ലാ ആളുകൾക്കും അറിയുന്നല്ലേ. ഈ 63 MLA-മാരിൽ 43 MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണച്ചു. ജനാധിപത്യപരമായിട്ട് KC വേണുഗോപാലാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. എന്നാൽ മുസ്ലിം ലീഗ് കടുംപിടുത്തം പിടിച്ചതോടുകൂടി VD സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യല്ലേ? ഇത് BJP പറയുമ്പോൾ അതൊരു വർഗീയ അജണ്ട എന്നൊക്കെ പറയാൻ ഈ സജി ചെറിയാനൊന്നും നാണമില്ലേ? ഉളുപ്പില്ലേ? ഇനിയും പഠിച്ചില്ലേ? ഇതൊക്കെയാണ് CPM പ്രവർത്തകർ പോലും ഈ പറയുന്ന നേതാക്കന്മാരോട് ചോദിക്കേണ്ടത്. ഒരു കാര്യം 100% ഉറപ്പാണ്, ഈ മതപാർട്ടിയായിട്ടുള്ള ലീഗിലേക്ക് CPM നേതാക്കന്മാർ ഇനിയും താലോലിച്ച് നടക്കുക. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് CPM പ്രവർത്തകരൊക്കെ മിക്കവാറും CPM വിടും. LDF പ്രവർത്തകർ LDF വിടും. കാരണം ഇത്തരം പ്രസ്താവന കാരണം ഈ ലീഗിന് വലിയ മതേതര മുഖണ്ടാക്കി കൊടുക്കുക. ഈ പറയുന്ന ഇടത് നേതാക്കന്മാർ നിരന്തരം ചെയ്ത ഒരു മതപാർട്ടിയെ എങ്ങനെയാണ് ബോധമുള്ള ആളുകൾക്ക് അവർ പറഞ്ഞു അവർ മതേതരവാദി, അതുകൊണ്ട് അവർ ഏതെങ്കിലും കൊലയാളി പറയോ ഞാൻ കൊല ചെയ്തു എന്ന് പറയില്ല. ഇതൊക്കെ ഒരു സാമാന്യ ബോധല്ലേ? ഈ ലീഗിലേക്ക് ഇടതുപക്ഷാണ് ഇവിടെ വളർത്തിയത്. ഇവര് വെള്ളവും വളവും ഒഴിച്ചോ അത് മതേതരത്ത. BJP-യിൽ എവിടെയാണ് മതത്തിന്റെ പേരുള്ളത്? അവരെല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു മത പാർട്ടിയെ പിടിച്ച് മതേതര പാർട്ടിയാക്കാൻ മത്സരിക്കുന്ന ഇടത് നേതാക്കന്മാരൊന്നും ഇനിയും പഠിച്ചിട്ടില്ലേ? കൃത്യമായിട്ട് ലീഗിന്റെ ആ വർഗീയതക്കെതിരെ BJP-ആണ് ഇവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ജനസമൂഹത്തിലേക്ക് അവർക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഒരു തർക്കവും വേണ്ട. CPM ഒക്കെ കേരളത്തിൽ തകർന്ന് തരിപ്പണാകാൻ പോവുക. ഈ പറയുന്ന BJP-ആണ് ഇപ്പൊ പൊതുസമൂഹത്തിന് വേണ്ടി ലീഗ് എന്ന വർഗീയ പാർട്ടിയുടെ വർഗീയത കൃത്യമായിട്ട് തുറന്നു കാണിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കി പറയല്ല. ലീഗ് ചെയ്തിട്ടുള്ള നെറുകേട എണ്ണി സുരേഷ് അങ്ങ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കേരള പൊതുസമൂഹം തിരിച്ചറിയുക.